ഹിജാബ് വിവാദത്തിൽ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ റിപ്പോർട്ടിനെതിരെ പള്ളുരുത്തി സെയിന്റ് റീത്ത സ്കൂൾ മാനേജ്മെന്റ് ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കും. സ്കൂൾ മാനദണ്ഡ പ്രകാരമുള്ള നിലപാടിൽ ഉറച്ചു തന്നെ മുന്നോട്ടു പോകാനാണ് മാനേജ്മെന്റ് തീരുമാനം. വിഷയം വളച്ചൊടിക്കാൻ ചിലർ ശ്രമിക്കുന്നതായും സ്കൂൾ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. രേഷ്മ തുടരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. രേഷ്മ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഹിജാബ് വിവാദത്തിലുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടൽ. അത് അനാവശ്യമായിരുന്നു എന്ന് സ്കൂൾ അധികാരികൾ മാത്രമല്ല പൊതുജനങ്ങളെല്ലാം പറയുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. കാരണം അത് കഴിഞ്ഞ വിഷയമായിരുന്നു. അല്ലെങ്കിൽ സമവായത്തിൽ എത്തിയ ഒരു വിഷയത്തിൽ എന്തിനാണ് വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനെ ഇടപെടുന്നു എന്നൊരു ചോദ്യം ഉയർന്നു വന്നിരുന്നതിന് ശേഷം ഉപ ഡയറക്ടറുടെ റിപ്പോർട്ടിനെതിരെ പള്ളുരുത്തി സെയിന്റ് റീത്ത സ്കൂൾ മാനേജ്മെന്റ് ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കാനിരിക്കുകയാണ്. സ്കൂൾ മാനദണ്ഡ പ്രകാരമുള്ള നിലപാടിൽ ഉറച്ചു തന്നെ മുന്നോട്ട് പോകാനാണ് മാനേജ്മെന്റിന്റെ തീരുമാനം, അല്ലേ? നേരത്തെ തന്നെ മുന്നോട്ട് വെച്ച ഒരു നിലപാടെന്ന് പറയുന്നത് സ്കൂളിന്റെ പ്രോസ്പെക്ടസ് പ്രകാരവും അതോടൊപ്പം തന്നെ അവിടെ മുന്നോട്ട് വെച്ച ഒരു നിലപാടെന്ന് പറയുന്നത് സ്കൂളിന്റെ പ്രോസ്പെക്ടസ് പ്രകാരവും അതോടൊപ്പം തന്നെ അവിടെ എന്താണ് മാനദണ്ഡം അതനുസരിച്ച് തന്നെ മാത്രമേ ഏതൊരു കുട്ടിക്കും മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ സ്കൂളിന്റെ പ്രിൻസിപ്പൽ അടക്കം അല്ലെങ്കിൽ മാനേജ്മെന്റിലെ അധികൃതരടക്കം ഈ കുട്ടിയുടെ രക്ഷിതാവിനോട് വ്യക്തമാക്കിയതുമാണ്. അത് ഇന്നലെ അവർ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി അകാരണമായിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പ്രശ്നം വഷളാക്കി എന്നുള്ളൊരു നിലപാടിലേക്ക് സ്കൂൾ മാനേജ്മെന്റ് എത്തുകയും ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ വിദ്യാഭ്യാസ ഉപഡയറക്ടർ നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത് ഈ കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കി എന്നുള്ളതാണ്. പക്ഷേ കുട്ടി അങ്ങനെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. ഇക്കഴിഞ്ഞ 7-ാം തീയതിയാണ് ഈ ഹിജാബ് ധരിച്ച് വന്ന സമയത്ത് അത് ചോദ്യം ചെയ്തുകൊണ്ട് രക്ഷിതാക്കൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അവരെ അറിയിക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നീട് തുടർ ദിവസങ്ങളിലും കുട്ടി സ്കൂളിലൊക്കെ എത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള CCTV ദൃശ്യങ്ങളും ഈ സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്ത് അവരുടെ പക്കൽ ഉണ്ട്. അത് കേന്ദ്രീകരിച്ച് തന്നെയാണ് അവർ ഹൈക്കോടതിയെ സമീപിക്കാനായിട്ട് ഒരുങ്ങുന്നത്. അതായത് ഈ CCTV ദൃശ്യങ്ങൾ തെളിവുകൾ എന്നുള്ള രീതിയിലും വിദ്യാഭ്യാസ ഉപഡയറക്ടർ നൽകിയിട്ടുള്ള ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് വാസ്തവ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയും കൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകുക. ഇന്ന് തന്നെ സമർപ്പിക്കുമെന്നുള്ള കാര്യം ഇന്നലെ സ്കൂൾ മാനേജ്മെന്റ് അധികൃതർ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരുന്നു. എന്നാലും പ്രശ്നം വഷളാക്കാനായിട്ട് ഒരു വിഭാഗം ആളുകൾ, അതായത് നിരോധിത സംഘടനയിൽപ്പെട്ട ആളുകൾ കൂടി ഇക്കാര്യത്തിൽ ശ്രമിക്കുന്നുണ്ടെന്നുള്ള അല്ലെങ്കിൽ ഒരു ആക്ഷേപം കൂടി ഈ പറയുന്ന സ്കൂൾ മാനേജ്മെന്റ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. SDPIക്കാരായിട്ടുള്ള ഭാരവാഹികൾ, SDPIയുടെ ഭാരവാഹികൾ തന്നെയാണ് സ്കൂളിൽ ഈ കുട്ടിയുടെ രക്ഷിതാവിനോടൊപ്പം വന്ന് ഒരു കയ്യേറ്റ ശ്രമം നടത്തിയെന്ന് കഴിഞ്ഞ ദിവസം ഷോൺ ജോർജും വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഈ സമവായത്തിലൂടെ പോകാനായിട്ട് ശ്രമിച്ച ഒരു സാഹചര്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടുകൊണ്ട് മറ്റൊരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് സ്കൂൾ മാനേജ്മെന്റ്. എന്തായാലും ഹൈക്കോടതി സമീപിച്ചുകൊണ്ട് തങ്ങൾക്ക് നീതി കിട്ടുമെന്നൊരു പ്രതീക്ഷ അവർക്കുണ്ട്. അതായത് ഈ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ റിപ്പോർട്ട് അത് ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കും. ഒപ്പം തന്നെ മന്ത്രി എടുത്തിട്ടുള്ള നിലപാടിൽ തങ്ങൾക്ക് പൂർണ്ണമായിട്ടും എതിർപ്പുണ്ടെന്നും അവർ പറയുകയും ചെയ്യുന്നുണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ മന്ത്രി ഈ യൂണിഫോം വേണം എന്നുള്ളൊരു നിലപാടായിരുന്നു സ്വീകരിച്ചതെങ്കിൽ പെട്ടെന്ന് തന്നെ വി ശിവൻകുട്ടി മലക്കം മറിഞ്ഞുകൊണ്ട് സ്കൂളിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായെന്നുള്ള നിലപാടിലേക്ക് എത്തി. അതിനുശേഷം ഈ ശിരോവസ്ത്രമൊക്കെ അനുവദിക്കണമെന്നുള്ളൊരു നിലപാടും കൈക്കൊള്ളുകയും ചെയ്തു. അതിനും പിന്നീടായിരുന്നു ഈ SDPI അത് സംബന്ധിച്ച് സൈബർ ഇടങ്ങളിൽ വലിയ രീതിയിൽ പോസ്റ്റൊക്കെ പ്രചരിപ്പിച്ചു. അങ്ങനെയെങ്കിൽ ഹിജാബ് ധരിക്കാനായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് സർക്കുലർ ഇറക്കണമെന്നൊക്കെ പറഞ്ഞു. അത്തരത്തിൽ പ്രശ്നം വലിയ രീതിയിൽ വഷളാകുന്ന തരത്തിലേക്ക് മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായി എന്ന് തന്നെയാണ് സ്കൂൾ മാനേജ്മെന്റ് കരുതുന്നത്. എന്തായാലും സ്കൂൾ മാനേജ്മെന്റ് മുന്നേ എടുത്ത നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഈ ഹിജാബ് ഉൾപ്പെടെയുള്ള ശിരോവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഈ പറയുന്ന സ്കൂളിലേക്ക് എത്താൻ സാധിക്കില്ല. എന്താണ് യൂണിഫോം ആയിട്ടുള്ള മാനദണ്ഡം അത് തന്നെ കുട്ടി ധരിക്കണം. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിർദ്ദേശമൊക്കെ തന്നെ രക്ഷിതാക്കൾക്ക് നൽകിയിട്ടുണ്ടെന്നും സ്കൂൾ മാനേജ്മെന്റ് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇന്ന് കുട്ടി സ്കൂളിലേക്ക് എത്തില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ കുട്ടിയുടെ രക്ഷിതാവ് തയ്യാറായിട്ടുമില്ല. എന്തായാലും തീരുമാനം എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും നിയമപരമായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ റിപ്പോർട്ട് ചോദ്യം ചെയ്യാനായിട്ടാണ് പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂൾ അധികൃതരുടെ നടപടി അല്ലെങ്കിൽ തുടർ നീക്കങ്ങൾ. രേഷ്മ, അതോടൊപ്പം തന്നെ നമുക്ക് പറയേണ്ട ഒരു കാര്യം, ഈ കുട്ടിയുടെ പിതാവ് തന്നെ സമ്മതിച്ചിട്ടുണ്ട്. കാരണം സ്കൂളിന്റെ എല്ലാ നിയമങ്ങളും അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകാൻ വേറെ പ്രശ്നമൊന്നുമില്ല എന്ന ഒരു സമവായത്തിലേക്ക് എത്തിയപ്പോഴും എന്തിനാണ് അനാവശ്യമായി വിദ്യാഭ്യാസ വകുപ്പ് അതിൽ ഇടപെടുന്നതെന്നൊരു ചോദ്യം കഴിഞ്ഞ ദിവസം ഉയർന്നു വന്നിരുന്നല്ലോ. അതിന് പിന്നിലുള്ള അജണ്ട എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെയധികം വിമർശനം ഏറ്റുവാങ്ങിയതിന് ശേഷം വിദ്യാഭ്യാസ മന്ത്രി തന്നെ നയം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാട് മയപ്പെടുത്തുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ തനിക്കിതിൽ ഒന്നും ചെയ്യാനില്ല
എന്നൊരു ഘട്ടം വന്നപ്പോൾ മാത്രമാണ് നിലപാട് മയപ്പെടുത്തിയത്. കാരണം ഒരു പ്രശ്നവുമില്ലാത്ത ഒരിടത്തേക്ക് വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ വർഗീയമായി അതിനെ മാറ്റാൻ ശ്രമിക്കുന്നു എന്ന് ABVP അടക്കമുള്ള സംഘടനകൾ വിമർശിച്ചിരുന്നു. അതെ ദേവിക, അതായത് നേരത്തെ ഈ പറയുന്ന SDPIക്കാരടക്കം വന്ന് കയ്യേറ്റ ശ്രമം ഉണ്ടാക്കിയതിന് ശേഷം ആ യൂണിഫോം സംബന്ധിച്ച് മന്ത്രി എടുത്ത നിലപാട് എല്ലാവർക്കും സ്വാഗതാർഹം തന്നെയായിരുന്നു. കാരണം യൂണിഫോം മാനദണ്ഡം അത് എല്ലാവരും പാലിക്കണം, എല്ലാ കുട്ടികളും പാലിക്കണം എന്നായിരുന്നു ശിവൻകുട്ടി ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. തൊട്ടു പിന്നാലെ തന്നെ അതിൽ നിന്ന് മാറുന്ന ഒരു സമീപനത്തിലേക്കാണ് ശിവൻകുട്ടി എത്തിയത്. സ്കൂളിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായി എന്നുള്ള തരത്തിലേക്ക് അദ്ദേഹത്തിന്റെ മറുപടി പോവുകയും ചെയ്തു. ഇത് SDPIക്കാരെയൊക്കെ തന്നെ പ്രീണിപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമമായിട്ടാണ് പൊതുസമൂഹമാണെങ്കിലും രാഷ്ട്രീയ സമൂഹം ഒക്കെ ആണെങ്കിലും വിലയിരുത്തി. അതുകൂടാതെ തന്നെ വലിയ രീതിയിൽ ഈ വിഷയം വഷളാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. പലയിടങ്ങളിലും പലവിധ അഭിപ്രായങ്ങൾ ഉണ്ടായി. കാരണം സഭയുടെ നിയന്ത്രണം അല്ലെങ്കിൽ സഭയുടേതായിട്ടുള്ള സ്കൂളുകളിൽ അത് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് അവർ സ്കൂളുകൾ നടത്തുന്നത്, അതിൻ്റെ നടത്തിപ്പടക്കം മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും അത് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു പരാമർശം അത് വലിയ രീതിയിൽ സ്കൂളിന്റെ പ്രിവിലേജിനെ അല്ലെങ്കിൽ അതിന്റെ ഒരു റെപ്യൂട്ടേഷനെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് എത്തുമെന്നുള്ള വിലയിരുത്തലും ഉണ്ടായി. അതിനിടയിൽ തന്നെ ഈ BJP ഉൾപ്പെടെ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, SDPIക്കാരടക്കം ഇത്തരത്തിൽ സ്കൂളിനെ ഒരു സമ്മർദ്ദം ചെലുത്തുന്ന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സർവ്വവിധ പിന്തുണയും നൽകുമെന്നുള്ള കാര്യം. അത് തന്നെയായിരുന്നു പലയിടങ്ങളിൽ നിന്നും സ്കൂളിന് കിട്ടിയ പിന്തുണ. എന്തായാലും നിയമപരമായിട്ട് തന്നെ ഈ ഒരു പോരാട്ടത്തിൽ മുന്നോട്ട് പോകാമെന്ന് തന്നെയാണ് സ്കൂൾ വ്യക്തമാക്കുന്നത്. കാരണം അവരുടെ ഭാഗത്ത് നിന്നും തെളിവെന്നുള്ള രീതിയിൽ CCTV ദൃശ്യങ്ങളുണ്ട്. ഈ കുട്ടിയെ യാതൊരു ഘട്ടത്തിലും പുറത്താക്കിയിട്ടുമില്ല. കുട്ടി ഈ ഒരു ഹിജാബ് ധരിച്ച് വന്നതിന് ശേഷം അത് രക്ഷിതാക്കളെ അറിയിച്ചു. ഇത്തരത്തിലുള്ളൊരു മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഈ കുട്ടി ഹിജാബ് ധരിച്ച് വന്നത്, അത് അനുവദിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു നിലപാട് അവർ രേഖാമൂലം അല്ലാതെ അറിയിച്ചിട്ടുമുണ്ട്. അതിനുശേഷം കുട്ടി സ്കൂളിൽ എത്തിയിട്ടുണ്ട്. പിന്നീട് വീണ്ടും സംഘടിച്ച് SDPIക്കാരും ഈ രക്ഷിതാവും എത്തുകയായിരുന്നു. അതിൽ തങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നിലപാട് വ്യക്തമാക്കുക അവർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനിടയിൽ തന്നെയാണ് വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഈ സ്കൂളിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായെന്നും കുട്ടിയെ പുറത്താക്കിയെന്നുമുള്ള ഒരു റിപ്പോർട്ട് നൽകുന്നത്. അത് വലിയ രീതിയിൽ പ്രക്ഷോഭങ്ങളിലേക്ക് വരെ കടക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരെ എത്തുകയും ചെയ്തിരുന്നു. എന്തായാലും നിലവിൽ ഇതിനെ നിയമപരമായിട്ട് തന്നെ അതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് സ്കൂൾ മാനേജ്മെന്റ് കടന്നിരിക്കുകയാണ്. ദേവിക.